ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ആഗ്രഹിക്കുന്നവർ കാത്തിരുന്ന AFCAT നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഇതേപോലുള്ള നോട്ടിഫിക്കേഷൻ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽ ബട്ടനും എനേബിൾ ചെയ്യുക. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഡിസംബർ മാസം 30-ാം തീയതിയാണ്. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും നൽകിയിട്ടുണ്ട്. അതുവഴി കയറി ഡിസംബർ 1 മുതൽ ഡിസംബർ 30 വരെ അപേക്ഷിക്കാവുന്നതാണ്. AFCAT എൻട്രിയിലേക്ക് അപേക്ഷിക്കുന്ന കാൻഡിഡേറ്റ്സിന് ഫീസ് വരുന്നത് 250 രൂപയാണ്. എല്ലാ വിഭാഗത്തിലുള്ളവർക്കും 250 രൂപ തന്നെയാണ് ഫീസ്. എന്നാൽ NCC സ്പെഷ്യൽ എൻട്രിയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഫീസ് ഇല്ല. സൗജന്യമായി തന്നെ അവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷാ ഫീസ് ഓൺലൈൻ വഴി അടയ്ക്കാനുള്ള സൗകര്യമുണ്ട്. ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതിയും ഡിസംബർ മാസം 30-ാം തീയതിയാണ്. അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. അതുവഴി കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. AFCAT എൻട്രിയിൽ ആകെ 69 വേക്കൻസിയും ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ആകെ 99 വേക്കൻസിയും ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ വിഭാഗത്തിൽ 70 വേക്കൻസിയുമാണ് ആകെ വന്നിരിക്കുന്നത്. AFCAT എൻട്രി ഫ്ലൈയിംഗ് ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രിയാണ്. കൂടാതെ +2-ന് ഫിസിക്സ്, മാത്സ് എന്നീ സബ്ജക്റ്റുകൾ പഠിച്ചവരായിരിക്കണം. എഞ്ചിനീയറിംഗ് ഡിഗ്രിയുള്ള ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. നോട്ട് ചെയ്യുക. AFCAT എൻട്രി ഫ്ലൈയിംഗ് ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രി കൂടാതെ +2-ന് ഫിസിക്സ്, മാത്സ് എന്നീ സബ്ജക്റ്റുകൾ പഠിച്ചവരായിരിക്കണം. എഞ്ചിനീയറിംഗ് ഡിഗ്രിയുള്ള ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കുന്നവർ ശ്രദ്ധിക്കുക. 2 ബ്രാഞ്ചാണുള്ളത്. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എന്നീ 2 ബ്രാഞ്ചുകളാണുള്ളത്. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത +2-ന് ഫിസിക്സ്, മാത്സ് എന്നീ സബ്ജക്റ്റുകൾക്ക് മിനിമം 60% മാർക്കും കൂടാതെ എഞ്ചിനീയറിംഗ് ഡിഗ്രിയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ട്രേഡിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത +2-ന് ഫിസിക്സ്, മാത്സ് എന്നീ സബ്ജക്റ്റുകൾക്ക് മിനിമം 60% മാർക്കോടെയുള്ള മാർക്കും കൂടാതെ എഞ്ചിനീയറിംഗ് ഡിഗ്രിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് എന്നീ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിലുള്ള BTech അല്ലെങ്കിൽ BE യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ട്രേഡിൽ വരുന്നത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, അക്കൗണ്ട്സ് എന്നീ 2 ബ്രാഞ്ചുകളാണ്. അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രിയാണ്. മിനിമം 60% മാർക്കുള്ളവരായിരിക്കണം അപേക്ഷകർക്ക് വേണ്ട മിനിമം ഫിസിക്കൽ എലിജിബിലിറ്റി ഇവയൊക്കെയാണ്. ഹൈറ്റ് പുരുഷന്മാർക്ക് 157 സെന്റിമീറ്ററും വനിതകൾക്ക് 152 സെന്റിമീറ്ററും ഉണ്ടായിരിക്കണം. അക്കൗണ്ട് ട്രേഡിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത BComൽ ഉള്ള ബാച്ചിലർ ഡിഗ്രിയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. മിനിമം 60% മാർക്കുണ്ടായിരിക്കണം. അപേക്ഷിക്കുന്ന പുരുഷന്മാർക്ക് മിനിമം 157 സെന്റിമീറ്റർ ഹൈറ്റും വനിതകൾക്ക് 152 സെന്റിമീറ്റർ ഹൈറ്റും ഉണ്ടായിരിക്കണം. NCC സ്പെഷ്യൽ എൻട്രിയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് NCCയിൽ ഉള്ള C സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. കൂടാതെ ഫ്ലൈയിംഗ് ബ്രാഞ്ചിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ആണുള്ളത്. അതായത് ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ബാച്ചിലർ ഡിഗ്രി കൂടാതെ +2-ന് ഫിസിക്സ്, മാത്സ് എന്നീ സബ്ജക്റ്റുകൾ പഠിച്ചവരായിരിക്കണം. എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. പുരുഷന്മാർക്കും വനിതകൾക്കും ഒരേപോലെ തന്നെ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. നോട്ട് ചെയ്യുക. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഡിസംബർ മാസം 30-ാം തീയതിയാണ്. അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. അതുവഴി കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷിക്കുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വ്യക്തമായി വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. കൂടാതെ എല്ലാ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക. ഇതേപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽ ബട്ടനും എനേബിൾ ചെയ്യുക. താങ്ക് യു.